ഇത് നമ്മൾ നേഹമോളെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഏപ്രിൽ 9 നേഹമോൾക്ക് 4 വയസ്സായിട്ടോ. നേഹമോൾ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവൾ അത്താപ്പി എടുത്തു കൊടുത്തതാണ് കേട്ടോ. അത് ഇട്ടിട്ട് ഇരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ബിരിയാണീൻ്റെ തിരക്കിലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ റൈസും ചിക്കനും വെവ്വേറെ വെക്കാം, സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ മസാല ആയിട്ടുണ്ട് കേട്ടോ, ചിക്കൻ മസാല ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കച്ചമ്പറിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബോള. പിന്നെ റൈസ് അതേ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അടുപ്പത്തേ വെച്ചിട്ടുണ്ടായിരുന്നു. ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ റൈസ്. കുറച്ച് ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയൊക്കെ ആകുമ്പോൾ കേക്ക് മുറിക്കാമെന്ന് വെച്ചിട്ടാണ്. മോളെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഹമോള് അവൾ നല്ല കമ്പനിയാണ് അവരുടെ അടുത്ത്. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് നേഹമോൾ ഈ സമയത്തൊക്കെ. പിന്നെ കച്ചമ്പറൊക്കെ റെഡിയായി, അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ ഇതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഭയങ്കര ചടപടേന്നാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് വോട്ട് ചെയ്യാനും പോകണം. പിന്നെ നേഹമോൾക്ക് അവൾ ഉപ്പ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അത്താപ്പി ഗിഫ്റ്റ് കൊടുത്തതാണ്. സ്കൂട്ടിയാണ്. അവൾ കുറേ കാലമായി പറയാം എനിക്ക് സ്കൂട്ടി വേണം എന്ന്. അപ്പോൾ അതിൻ്റെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ ആൾക്ക് കിട്ടിയിട്ട്. പിന്നെ കേക്ക് മുറിക്കുന്ന ബഹളമായി. ആൾക്ക് കേക്ക് കണ്ടാൽ പറയണ്ട, ഭയങ്കര ഇതാണ്. ഇങ്ങനെ ആ കേക്കിന് തൊട്ടും തലോടി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതാണ് മോളെ ഫ്രണ്ട്സ് വന്നു കേട്ടോ. പിന്നെ കേക്ക് മുറിക്കലായി. അവൾ തന്നെ മുറിക്കണം എന്നായിരുന്നു അവൾക്കുണ്ടായിരുന്നേ. അവൾ എന്നിട്ട് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് അവൾ കൊടുത്തു കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ചടങ്ങായിട്ടോ. ഓരോരുത്തർ അവർ മേടിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നത്, എന്ത് ഗിഫ്റ്റാന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എന്താണ് നിങ്ങൾ തരുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ മോളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു നല്ലൊരു ടെഡി പോലത്തെ ഉള്ള ഒരു പശുക്കുട്ടീനെ മേടിച്ചു കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ആദ്യം മക്കളെ എത്തി, അവർ നന്നായിട്ട് വിശന്നിട്ട് ഇരിക്കില്ല. അത്യാവശ്യം ടൈം ആയിട്ടായിരുന്നു ഈ സമയമായപ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കന്മാരിരുത്തിട്ടോ. പിന്നെ ഞങ്ങളെല്ലാം അവരുടെ കൂടെ തന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ട് ഒരു 2:30 2:45 ആയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ. ആ ടൈമിൽ തിരക്കുണ്ടാവില്ല എന്നാണ് പോയത്. പക്ഷേ കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വോട്ട് ചെയ്ത് ഇറങ്ങിട്ടോ. മോൾ അതിൻ്റെ ഇടയിലൊന്ന് വോട്ട് ചെയ്തിട്ടോ. അവൾക്കും ജസ്റ്റ് ഒന്ന് മഷിയാക്കി കൊടുത്താണ് ഞങ്ങളെ കയ്യിലുള്ളത്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെ ബർത്ത്ഡേ വ്ളോഗൊക്കെ കഴിഞ്ഞു കേട്ടോ. ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.